വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാധാരണ നമ്മളെപ്പോഴും ഒരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ടൈപ്പ് കറികൾ പ്ലാൻ ചെയ്യും. മീൻ വറുത്തത്, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ടോട്ടലി ഡിഫറെൻറ്റ്, ഞാൻ ഈ അടുത്തൊന്നും ഉണ്ടാക്കാത്ത കറികളെല്ലാം ട്രൈ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡിയാസ് കിട്ടും, ചിലപ്പോൾ ഓർമ്മ വരും പണ്ട് ഉണ്ടാക്കിയിരുന്ന ഡിഷസ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണേ. ആൻഡ് ബേസിക്കലി ഒരു ഡിഷ് വെച്ചിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ടൈപ്പ് പറ്റണ പോലെ 2-3 ടൈപ്പ് കാണിച്ചു തരാം, ചിലപ്പോൾ ഓർമ്മ വരും ഡിഷസ്. അപ്പോൾ ആദ്യം യൂഷ്വലി ഞങ്ങൾ ഉണ്ടാക്കണ തേങ്ങ തിരുമ്മി, ഉപ്പും തേങ്ങയും തിരുമിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുട്ടുപൊടി ഇടും. ഇപ്പോൾ പക്ഷേ ഈ പ്രാവശ്യം മന്നയ്ക്ക് ഏറ്റവും ഇഷ്ടം ഈ ടൈപ്പിൽ ഉണ്ടാക്കണം കേട്ടോ. പൊടി ദേ ഇതുപോലെ നനച്ചു, ഇങ്ങനെ വിട്ട് കിടക്കണ പോലെ നനച്ചു, ഉപ്പിട്ടിട്ട് എന്നിട്ട് അരിപ്പയിൽ അരിക്കും. ഇത് കണ്ട ഇത്തിരി ഹോൾസ് വലിയ അരിപ്പയിൽ അരിച്ചെടുക്കും. ഇത് കണ്ട വീണ കണ്ടോ. എന്നിട്ട് ഇനി നമ്മൾ കൈ കൊണ്ട് തൊടരുത്, നേരെ സ്പൂൺ കൊണ്ട് കോരി അമർത്താതെ പുട്ടുകുറ്റിയിലോട്ട് ഇടണം. അമർത്തി കഴിഞ്ഞാൽ കട്ടി പിടിച്ചു പോകും. അമർത്തണം, അതൊരു പുട്ടൊന്ന് ഉറയ്ക്കാൻ വേണ്ടി മാത്രം. ഓവറായിട്ട് അമർത്തി കഴിഞ്ഞാൽ ഭയങ്കര കല്ലുപോലെയും. ഇനി ഇതുകൊണ്ട് ഉണ്ടാക്കിയ പുട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കോമ്പിനേഷൻ വെജിറ്റബിൾ സ്റ്റൂ, ബട്ട് ഇതിൽ തേങ്ങയും നട്ട്സും അരച്ചിട്ടുണ്ട്, നമ്മുടെ കുറുമയൊക്കെ പോലെ തന്നെ. ഇപ്പം മണ്ണയുടെ ഫേവറേറ്റ് പുട്ട് ഇത് കണ്ടോ, നല്ല പഞ്ഞി പോലെ ഇരിക്കട്ടെ ഈ പുട്ട്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ചൂടോട് തന്നെ കഴിക്കണം, അല്ലെങ്കിൽ മണ്ണയ്ക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പുട്ട്. ഇത് ആ സ്പൈസി എഗ് റോസ്റ്റ്, ജിജോസ് ഫേവറേറ്റ്. അതാണ് കഴിക്കുക, ഡയറ്റൊക്കെ വിട്, നല്ല സാധനങ്ങളുണ്ടെന്ന്. വെജിറ്റബിൾ കുറുമ പോലത്തെ വെജിറ്റബിൾ സ്റ്റൂ കാണിച്ചട്ടെ. പുട്ട് കണ്ട കുറേ ടൈപ്പിൽ ഇവിടെ പുട്ട് ഉണ്ടാക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വ്യത്യാസമായിട്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തു, പിന്നെ മന്നയുടെ ഫേവറേറ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ആളിന്ന് കഴിക്കുന്നതാണല്ലോ. ഒറ്റ കട്ട പോലും ഇല്ല ഈ പുട്ടിൽ, ഈ ടൈപ്പിൽ ഉണ്ടാക്കുമ്പോൾ. താറാമുട്ട കുറേ ഗുണങ്ങളുണ്ട് കോഴിമുട്ടേനേക്കാളും, അപ്പോൾ അത് ഇടയ്ക്ക് യൂസ് ചെയ്യാം. മന്നക്കുട്ടി ഇത്തിരി ടേസ്റ്റ് ചെയ്ത് എന്ത് ടേസ്റ്റാണ്. This is exactly what I like. ഇത് നമ്മൾ ചാറില് കുതിർത്തിയ പൊടി പോലെ ഇരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ മണി പോലെ ഇരിക്കും. അത് വേറെ തേങ്ങാപ്പീരയും കൂടി ഇട്ട് കുഴയ്ക്കുമ്പോഴാണ്. ഇത് അങ്ങനെ തേങ്ങാപ്പീര ഇട്ടിട്ടില്ല. ഇതാണ് എന്റെ നെവർ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇഷ്ടം, ഇങ്ങനെ പൊടി പോലെ ആവണം. ബട്ട് ചൂട് വേണം, ചൂടായിട്ട് കഴിക്കണം ഈ ടൈപ്പ്. ഇനി നല്ല ചാറുള്ള കറിയുടെ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് തിന്നാം. ഇനി പാവയ്ക്ക കൊണ്ട് സാധാരണ ഞങ്ങൾ ഈ തീയലും പാവയ്ക്ക വറുത്തൊക്കെ ഉണ്ടാക്കണേ. ബട്ട് ഈ പ്രാവശ്യം മപ്പാസ് ഉണ്ടാക്കി നോക്കാമെന്ന് ഓർത്തു. വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കില്ല അതുപോലെ. അപ്പോൾ പാവയ്ക്ക കഴുകി തുടച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ടുള്ള പാവയ്ക്ക കഴുകി തുടയ്ക്കണം. അരിഞ്ഞിട്ടൊന്നും കഴുകരുത്, ഭയങ്കര കയ്പാവും. ഇനി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ തിരുമ്മി ഒന്ന് വെള്ളം പോകാനായിട്ട് വെക്കണം, കയ്പ്പ് മാറാനായിട്ട്. നേരിയതായിട്ട് കട്ട് ചെയ്യണം, ഒരുപാട് കട്ടി വേണ്ട, ലെങ്തും വേണ്ട. ഇതിങ്ങനെ യൂഷ്വലി അരിയണേന്ന് ചില ദിവസങ്ങളിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കട്ട് ചെയ്യുക, വേറെ രീതിയിൽ. എപ്പോഴും നീളത്തിലാണെങ്കിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. അതിൽ തന്നെ ടേസ്റ്റും വിഷ്വലി ഡിഷിൻ്റെ ലുക്ക് മാറുമ്പോൾ തന്നെ ടേസ്റ്റിലും വ്യത്യാസം തോന്നും. ഇനി ജ്യൂസ് എപ്പോഴും എന്തെങ്കിലും വെറൈറ്റി സാധനം ആക്കി വെക്കാം. ഇപ്പോൾ പൊട്ടുവെള്ളരിയുടെ സീസൺ ആയതുകൊണ്ട് പൊട്ടുവെള്ളരി ആൻഡ് കോക്കനട്ട് മിൽക്ക് അതിൻ്റെ ഷേക്ക് ഉണ്ടാക്കാൻ പോണേ. ഈ പൊട്ടുവെള്ളരി മേടിക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ പൊട്ടിയിരിക്കണത് വേണം കേട്ടോ മേടിക്കാൻ. അങ്ങനെയാണ് അത് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണേ ജ്യൂസ് അടിക്കാനായിട്ട്. ഇത് കണ്ടോ. ആൻഡ് സീഡ്സ് മാറ്റാം. മിക്സിയിലിട്ട് ഞാൻ അടിക്കാറില്ല, സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുള്ളൂ. ചൂടത്ത് ബെസ്റ്റ് സാധനമാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന പോലത്തെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും ഇത്. സോ ഫുൾ ഇപ്പോൾ ഇത് ഈ ഹോൾ തിങ്ങിന് 150 റുപ്പീസ് ആയത്. അപ്പോൾ അത്രയും മതി. ഇതാണെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ആൻഡ് പെട്ടെന്ന് തന്നെ സീസൺ തീർന്നു കേട്ടോ. അത് കാരണം ഇതെന്തായാലും ഇപ്പം തന്നെ മേടിച്ച് ട്രൈ ചെയ്യണം. പഞ്ചസാര, മധുരമുള്ള നല്ലത്, ബട്ട് ഞാനിവിടെ അധികം ഇടണില്ല. ആൻഡ് തേങ്ങാപ്പാൽ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെ പാൽ വേണം എടുക്കാൻ. തേങ്ങാപ്പാലും ഇതും കൂടിയുള്ള കോമ്പിനേഷൻ ഭയങ്കര നല്ല. നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല തണുപ്പ് വേണേ, ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. ഐസ് ഇട്ടാലും ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യട്ടെ. മിക്സിയിൽ ഇടിക്കുമ്പോൾ വേറൊരു ടെക്സ്ചറാണ് വരണേ. എനിക്കത് ഇങ്ങനെ മാഷ് ചെയ്യണതാണ് ഇഷ്ടം. ഇത് ഈ ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഫെബ്രുവരി ടു മാർച്ച് ചൂട് സമയത്ത്. ഇതിങ്ങനെ പീസസ് ആയിട്ട് കിടക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പീസസ് ആയിട്ട് കിടക്കണമെങ്കിൽ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് വേണം ബാക്കിയെല്ലാം ആഡ് ചെയ്യാനായിട്ട്. ഭയങ്കര തണുപ്പ്, ബോഡിക്ക് ഭയങ്കര തണുപ്പ് കൊടുക്കുന്ന സാധനമാണ് കേട്ടോ. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ ക്ലിം ഫിലിം ഇട്ട് മൂടി വെക്കാം, അല്ലെങ്കിൽ ടേസ്റ്റ് മാറുവേ. ക്ലിം ഫിലിം ഇട്ട് എയർടൈറ്റായിട്ട് വെച്ചില്ലെങ്കിൽ. ഈ ലഞ്ചിൻ്റെ പരിപാടി, ഈ പാവയ്ക്ക മപ്പാസ് ഞാൻ പണ്ട് വെക്കാറുണ്ട്, ബട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് മറന്നിരിക്കണേ അറിയാം. അപ്പോൾ അത് കാരണം പക്ഷേ കയ്പ്പ് മാറാനായിട്ട് ഇത്തിരി വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് വെണ്ടയ്ക്ക മപ്പാസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ തോരൻ, മഷ്റൂം തോരൻ, അത് എനിക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അത് ഇത് തന്നെ ബട്ടൺ മഷ്റൂം നമ്മളിപ്പോൾ ഏത് പ്രിപ്പറേഷൻ ആണെങ്കിലും, കോണ്ടിനെന്റൽ പ്രിപ്പറേഷൻ ആണെങ്കിലും നാടൻ പ്രിപ്പറേഷൻ ആണെങ്കിലും എഗ്സിൽ ആഡ് ചെയ്യാനാണെങ്കിലും
വെള്ളം വരരുത്, ഇതിൽ നിന്ന് ഭയങ്കരമായിട്ട് വാട്ടർ വരും. അത് കാരണം അങ്ങനെ അപ്പോൾ എപ്പോഴും കഴുകിയിട്ട് ഇങ്ങനെ അരിപ്പയിലോട്ട് സ്ട്രെയിൻ ചെയ്യുക. തൊലിയൊക്കെ കളയണേക്കാളും മുമ്പ് കേട്ടോ. എന്നിട്ട് തൊലി കളയാ, തൊലി ഇതുപോലെ കളയാ, ഇതിന്റെ ചുറ്റിനുള്ള തൊലി ഇതുപോലെ പൊളിച്ച് കളയാ. എന്നിട്ട് നന്നായിട്ട് തുണി കൊണ്ട് തുടയ്ക്കുക. പിന്നെ കഴുകരുത്, പിന്നെ ഒന്നും ചെയ്യരുത്, അരിഞ്ഞിട്ട് കഴുകില്ല അങ്ങനെ വേറെ പിന്നെ കഴുകരുത്. തുണി കൊണ്ട് എപ്പോഴും നന്നായിട്ട് തുടയ്ക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വാട്ടർ വരും. പിന്നെ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കും കുറേ നേരം. അങ്ങനെയും ചെയ്യരുത് കേട്ടോ. മഷ്റൂം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ പിക്കിൾ ചെയ്തു. എപ്പോഴും ഞങ്ങൾ വീട്ടിൽ ഏതെങ്കിലും ഒരു സാധനം പിക്കിൾ ചെയ്യും. ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ പുതിയ സാധനങ്ങൾ പിക്കിൾ ചെയ്യാൻ വെക്കും. ഇപ്പോഴത്തെ ഈ റെഡ് ക്യാബേജ് ഉണ്ടല്ലോ, വിനാഗിരിയും ഉപ്പും എപ്പോഴും പിക്കിൾ ചെയ്യുമ്പോൾ വിനാഗിരിയും ഉപ്പും കുറച്ച് കൂടുതൽ വേണം കേട്ടോ. വെള്ളവും വിനാഗിരിയും ഉപ്പും കൂടി തിളപ്പിച്ചു. എന്നിട്ട് ചൂടാറിയിട്ട് ഈ റെഡ് ക്യാബേജ് ഇങ്ങനെ നീളത്തിലരിഞ്ഞ് പച്ചമുളകുമായിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചു കുപ്പിയിൽ. ഇനി ഇത് പക്ഷേ കുറച്ച് നേരം എടുക്കും. നമ്മുടെ ഷവർമയിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് നല്ല, അതുപോലെ കബാബ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ. ഒരു ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി അടുത്ത ഡിഷും കൂടി റെഡി ആയിട്ടുണ്ട്. ഇത് കുമ്പളങ്ങയും ഉണക്കമീനും കൂടി ചൂടി ഒരു മിനിറ്റ്. ഇത് കുമ്പളങ്ങയും ഉണക്കമീനും നമ്മുടെ പച്ചക്കായും ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് വെക്കില്ലേ, അതുപോലെ ഉണക്കമീനും കുമ്പളങ്ങയും കൂടി ആയിട്ട് ഒരു മഞ്ഞച്ചാറ് പോലെ. ഉണക്കമീൻ്റെ ടേസ്റ്റ് ആട്ടോ കൂടുതൽ. ഇത് കണ്ടോ. ഇനി ബാക്കി ഞാൻ കഴിക്കാൻ നേരത്ത് പറയാം. ഇനി മെയിൻ ഡിഷായിട്ട് ടൈഗർ പ്രോൺസും ഉണ്ട്, ക്രാബും ഉണ്ട്. ടൈഗർ പ്രോൺസ് വെച്ച് ഞാൻ ഫിഷ് നിർവാണ പ്രോൺസ് വെച്ച് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു വേർഷനാണ് കേട്ടോ ഫിഷ് നിർവാണയുടെ. അതിൻ്റെ പ്രോൺ നിർവാണ. ഇത് പൊള്ളിക്കാൻ പോവാ, കരിമീൻ പൊള്ളിക്കണ പോലെ ക്രാബ് പൊള്ളിക്കാൻ പോവാ, മഡ് ക്രാബ്. വെളിച്ചെണ്ണ, ടൈഗർ പ്രോൺസ് 20 എണ്ണം, 1 കിലോയിൽ 20 എണ്ണം വരുന്ന ഇതായിട്ട് എടുത്തേ. ഇനി ക്രാബ് പൊള്ളിച്ചതിന് ഉള്ളി നന്നായിട്ട്, ഞാൻ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കണ പോലെ തന്നെ ചെയ്യാൻ പോണേ. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഉള്ളി ചെറുതായിട്ട് അരിയാം. മെയിൻ പൊള്ളിക്കലിൽ ശ്രദ്ധിക്കേണ്ടത് ഉള്ളി എപ്പോഴും ഒരേ ടൈപ്പിൽ തന്നെ അരിയാം. ചിലത് വലുത് ചിലത് ചെറുത് അങ്ങനെ അരിയല്ലേ. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ട് വരില്ല. 2 പാൽ ഒഴിച്ചൊന്ന് കൊഞ്ച് വേവിക്കട്ടെ, മറ്റേ കൊഞ്ച് നിർവാണിക്ക്. ഈ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉള്ളി കൂടുതലായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ആക്ച്വലി കുറുക്ക് പോലെയാവും. അങ്ങനെ ചെയ്യരുത്, കറക്റ്റായിരിക്കണം മെഷർമെൻറ്റ്. കട്ടിയുള്ള പാല്. ഞാൻ ഇത്തിരി ഗ്രേവി പോലെ എടുക്കണ്ടേ. ആക്ച്വലി ഫിഷ് നിർവാണയ്ക്ക് കുറച്ച് കട്ടിയായിട്ടാണ്, ബട്ട് ഞാനിത് ഇച്ചിരി ഗ്രേവി ആയിട്ട്. ഞാൻ ക്രാബ് റോസ്റ്റിൽ കുറച്ച് നല്ല കട്ടിയായിട്ടുള്ള, ക്രാബ് റോസ്റ്റ് അല്ലേ, ക്രാബ് പൊള്ളിച്ചതിൽ കുറച്ച് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തീ കുറച്ചിട്ട് എണ്ണ തെളിയണ വരെ ഇരിക്കട്ടെ. ക്രാബ് പൊള്ളിച്ചത് ഏകദേശം റെഡിയായിട്ടുണ്ട്. എണ്ണ തെളിയണം, കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കണം. അതാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോകണം. ടേസ്റ്റ് ആയിട്ട് ഇത് ഇത്തിരി ചാറ് കൂടുതലായി പോയി. ഇത് ഈ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുന്നതന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. രണ്ടും ക്രാബും അതെ ഇതും അതെ. മന്ന കൊഞ്ച് നിർവാണ ട്രൈ ചെയ്തോ. മന്ന പ്ലേറ്റ് എടുത്ത് കഴിക്കുക. നോക്കട്ടെ. ഉപ്പുമാങ്ങയും കൂടി വേണമായിരുന്നു, പക്ഷെ ഇതായിട്ടില്ല. ഒരു 5 ദിവസം എടുക്കുന്നു ആവാനായിട്ട് കറിക്ക്. ഇത്രയും കറിയുള്ളൂണ്ടേ ജിജു ഇലയിൽ വേണമെന്ന്. എനിക്ക് പ്ലേറ്റ് മതി. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കണേ, കുഴപ്പമില്ല. ജിജു കഴിച്ചു. മൊത്തത്തിലൊരു സദ്യയുടെ എഫക്റ്റ് ആയില്ല, വെജിറ്റേറിയൻ സദ്യ. ഇത് സീ ഫുഡ്. ഈ ക്രാബ് കഴിക്കുമ്പോഴേ ഇലയിലേക്ക് കഴിക്കാൻ ഇഷ്ടം. കുറെ സ്ഥലമുണ്ടല്ലോ. ഞാൻ തുടച്ചതാ, കുറെ പ്രാവശ്യം തുടച്ചില്ല. ക്രാബ് ഇടട്ടെ? പൊട്ടിച്ചിട്ടില്ല കേട്ടോ, പൊട്ടി. ഞാൻ കഴിച്ചോളാം. അതെ, ഇത് ക്രാബ് ഇതാണ് പൊള്ളിച്ച പോലെ വെച്ചാ. മീൻ പൊള്ളിച്ചതില്ല, എന്റെ കരിമീൻ പൊള്ളിച്ചതിന്റെ പോലെ ക്രാബ് പൊള്ളിച്ച വെച്ചാ. എങ്ങനെയുണ്ട്? കഴിച്ചില്ല. ഓ, ഗ്രേവി ആയിട്ടേക്ക് നല്ലതാണോ? കുറച്ചുകൂടി ഉള്ളി വേണം അല്ലേ, ഗ്രേവി വേണം അല്ലേ? അരഞ്ഞ ഗ്രേവി വേണമായിരുന്നു. ഗ്രേവി തന്നെ നല്ല ഗ്രേവി, നല്ലതാ. കുറച്ചും കൂടി തിക്കായിട്ടുള്ള. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ, എന്നിട്ട് ഇനി കറക്റ്റ് ആയിട്ടുണ്ടാക്കും. ഏകദേശം ഒരു റൂട്ട് കിട്ടി. ചോറ് വേണ്ടേ? എന്നാ ഇടിച്ചൊക്കെ എങ്ങനെ കഴിക്കാൻ ഇത് ജിജുവിന് ഇഷ്ടം. ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണയുടെ കുറച്ചുകൂടി ഗ്രേവി ആയിട്ടുള്ള വേർഷനാണ്. പക്ഷെ ഫിഷ് നിർവാണയല്ല, കൊഞ്ച് നിർവാണ. ചോറ് ഇടട്ടെ ഇത്തിരി? പാവയ്ക്ക തീയൽ വേണോ? പാവയ്ക്ക മപ്പാസ് ഞാൻ എടുത്തോളാം. ഉള്ളിത്തീയൽ ഇഷ്ടവും. ശരി ആണോ? ഇത് ഫിഷ് നിർവാണ പോലെ അല്ല കേട്ടോ, ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഗ്രേവി പോലെ വെച്ചാ. ചോറ് വേണം ഇതിൻ്റെ കൂടെ. വേണോ? കപ്പ ഇല്ല, ചോറ് വേണ്ട. മഞ്ഞയൊക്കെ കഴിച്ചിട്ട് പോയി. ഇത് മാത്രം പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇല്ലേ? ഞാൻ കഴിക്കട്ടെ കേട്ടാ. ഇത്ര നേരം വിശക്കണ്ടായിരുന്നില്ല. ജിജോ കഴിക്കണാണ്ടപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാനേ ഇലയിൽ പ്ലേറ്റ് വെച്ചിട്ട് ഇലയുടെ ഫീല് വേണം. പ്ലേറ്റ് ടേസ്റ്റ് ചെയ്യട്ടെ. കൊഞ്ച് നിർവാണ ഇങ്ങനെ ഗ്രേവി ആയിട്ട് വെക്കണ പൊളിയാണ് കേട്ടോ ആക്ച്വലി.
ഇത്രയും ഇതൊക്കെ ഉള്ളപ്പോൾ പച്ചക്കറി കഴിക്കില്ല, അതൊരു പ്രശ്നം. നമ്മൾ നേരത്തെ വിനാഗിരിയിലിട്ടില്ലേ സാലഡല്ല റെഡ് ക്യാബേജ് നല്ല കേട്ടോ. ഷവർമയുടെ കൂടെ ഇവൻ ചോറിൻ്റെ കൂടെ നല്ല ക്രാബ് പൊളിച്ചതും ഇതുവരെ എനിക്ക് നല്ലതെന്നറിയാം. ഞാൻ കരിമീൻ പൊളിക്കുന്ന പോലെ തന്നെ ഗ്രേവി നല്ല ടേസ്റ്റ്. ഞാൻ പാവയ്ക്ക മപ്പാസ്, ഇത് ഇവിടെ അധികം കഴിക്കാൻ വഴിയില്ല, കയ്പുണ്ട്. പക്ഷെ നല്ല കേട്ടോ, ഇത് ഭയങ്കര നല്ല. പാവയ്ക്ക മപ്പാസ് വെണ്ടയ്ക്ക മപ്പാസ് പോലെ തന്നെ. മുരിങ്ങാക്കോൾ തോരൻ ഡിന്നറായിട്ട് നല്ല കേട്ടോ. ആക്ച്വലി അത് മാത്രം കഴിച്ചാൽ മതി, കുറേ നേരം നമുക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാവും. ഇത് ഞാൻ ബ്ലാഞ്ച് ചീര ഉണ്ടല്ലോ, ബ്ലാഞ്ച് സ്പിനച്ച്, അത് തൈരിലിട്ടതാണ്. ഇത് നല്ല. ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ജീരകമൊക്കെ, ചെറിയ ജീരകം. ആൻഡ് മഷ്റൂം ഒലത്തിയതുപോലെ അത് മനയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് നല്ല. ഇതിലിപ്പോൾ ഏതാ നല്ലതെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറീസ്. ഇടിച്ചക്ക മമ്മിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന്, ഇതൊക്കെ ഈ ഒരു സീസണിൽ കിട്ടുള്ളൂ ഇടിച്ചക്കയൊക്കെ. അപ്പോൾ ഈ ഒരു സീസണിൽ തന്നെ ട്രൈ ചെയ്യണേ. ഇടിച്ചക്ക തോരൻ ഇനി വൈകുന്നേരം കാണാം. അല്ല ഡിസേർട്ട് ഉണ്ട്. വേണ്ടേ? ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട്. മത്തങ്ങ പായസം. മത്തങ്ങ പായസം കേട്ടോ. പണ്ട് ഞാൻ ഒരു വീഡിയോന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ കുറേ നാൾ മുമ്പാണ്. ആഹാ, മന്ന ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ, ഈ ബിസ്ക്കറ്റ് പോലത്തെ സാധനമൊക്കെ കഴിക്കാണ്ട് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ട്സ് കഴിക്കുക. മന്ന ഓടി ജീവനം കൊണ്ട്. അപ്പൊ 1/4 കിലോ മതി, ഒരു 5-6 പേർക്കൊക്കെ കഴിക്കാനായിട്ട് 1/4 കിലോ ഒക്കെ മതി കേട്ടോ. അത്രയും കുറച്ചുണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് പല സാധനങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇനി വൈകുന്നേരം കാണാം കേട്ടാ. ഇത്രയധികം കറികളുള്ള ആരെയും കണ്ടുള്ളൂ. ഏതാ ഏറ്റവും ഇഷ്ടമായത് പറഞ്ഞാൽ ഉള്ളിത്തീയ. അതും ബാക്കിയൊന്നും എടുത്തില്ലല്ലോ അതിന്. ഇതാണ് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി എന്തായാലും എല്ലാവരും കഴിച്ചു, ഏത് ഡയറ്റുള്ള ആൾക്കാരാണ്. രാത്രി ഞങ്ങൾ കാബ്സ് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം മീൻ പൊളിച്ചത് മാത്രമേ ഉള്ളൂ. ബട്ട് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കും എപ്പോഴും. കട്ടൻ ചായ വിത്ത് സിനമൺ. ആക്ച്വലി ബേസിൽ ലീവ്സൊക്കെ ഇട്ട് തിളപ്പിച്ചാൽ നല്ല. തുളസി ഇലയും അങ്ങനത്തെയൊക്കെ ഇല്ലേ കട്ടൻ ചായയിൽ. ഞാൻ പൈനാപ്പിൾ കട്ടൻ ചായ കുറേ പേര് ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്, ബട്ട് അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യണം. സ്വീറ്റ് പൊട്ടറ്റോ പഞ്ചസാരയും തേങ്ങയിട്ട് തിരുമിയിട്ട് കഴിച്ചിട്ടുണ്ടോ? പണ്ട് ഞങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. ബട്ട് ഇപ്പോൾ എല്ലാം മോഡേണായി. സ്വീറ്റ് പൊട്ടറ്റോ മറ്റേ കോണ്ടിനെൻ്റൽ ഡിഷസിൻ്റെയൊക്കെ മെയിൻ സാധനമായി. നേരത്തെ ഞാൻ ഇത് മാത്രമേ ആക്ച്വലി ട്രൈ ചെയ്തിട്ടുള്ളൂ. ഈ തേങ്ങാപ്പീരയും വേവിച്ച സ്വീറ്റ് പൊട്ടറ്റോയും പഞ്ചസാരയും കൂടി തിരുമിയിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കുക, അത്രേ ഉള്ളൂ സ്നാക്കായിട്ട്. ആൻഡ് ഹെൽത്തിയാണ്, സ്വീറ്റിന് സ്വീറ്റുമായി. ഇതാരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ. അപ്പം ഞാൻ എല്ലാം ഒലിവ് ഓയിലും പാപ്രിക്കൊക്കെ ആഡ് ചെയ്യണ ഇതാണ്. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ മാഷൊക്കെയാണ് ചെയ്യണത്. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. ആൻഡ് ഉന്നക്കായ ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റാണ്. പഴുത്ത പഴം വെച്ച് ചെയ്യണേ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രയും പഴുത്ത പഴം കിട്ടാറില്ല. ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ബട്ടർ പേപ്പർ വെച്ച് ലെയർ ചെയ്തിട്ട് മേലേയും വെക്കാം. ലെയർ ചെയ്തില്ലെങ്കിൽ എല്ലാം കൂടി കട്ട് ചെയ്ത് പോകും. ഇതിങ്ങനെ ലെയർ ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാം. ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ തേങ്ങാപ്പീരയും പഞ്ചസാരയും, ചില ആൾക്കാർ തോരനൊക്കെ വെക്കുന്നത് കേട്ടിട്ടുണ്ട് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്, ട്രൈ ചെയ്തിട്ടില്ല. സ്വീറ്റ് ആയിട്ടുള്ള വേർഷനിൽ ഇത് നല്ലൊരു ഓപ്ഷനാട്ടോ. വിത്ത് തേങ്ങാപ്പീര പഞ്ചസാര സ്വീറ്റ് പൊട്ടറ്റോ അത്രയും മതി. ഏലക്ക വേണ്ട. ഉന്നക്കായ ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ഫ്രൈഡ് വേണം കഴിക്കാൻ തോന്നുന്നില്ല. ജിജോയുടെ ഫേവറേറ്റ് അത്, ജിജോയുടെയും ജോർജിയുടെയൊക്കെ. ഈവനിങ് കോഫി കുടിക്കുമ്പോൾ എനിക്ക് ആകെ കൂടെ ഒരു അറിയില്ല, രാവിലെ കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ബട്ട് ഈവനിങ് കഴിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം പോലെയാണ്. അതാണിപ്പോൾ കട്ടൻ ചായ കുടിക്കാറ്. ഈവനിങ് ഞാൻ മീൻ പൊള്ളിച്ചാണ് ഇവർക്ക് വേണ്ടത്. ഞങ്ങൾ അധികം കാബ്സ് കഴിക്കാറില്ല, അപ്പോൾ മീൻ പൊള്ളിച്ചത് മാത്രമേ ഉള്ളൂ. 3 ടൈപ്പിലെ മീൻ പൊള്ളിച്ചത്. ഒരാൾക്ക് തേങ്ങാപ്പാലിട്ടത് വേണം, ഒരാൾക്ക് പെപ്പർ കൂടുതലുള്ള വേണം, ഒരാൾക്ക് ടൊമാറ്റോയും സ്പൈസി മുളക് പൊടി ഇട്ടത് വേണം. അത് ആക്കണം. മഞ്ഞയ്ക്ക് ഒട്ടും എണ്ണ പാടില്ല മീൻ പൊള്ളിച്ചതിന്. അപ്പം മീൻ ഇങ്ങനെ വാഴയിൽ വറക്കുന്നുണ്ട്, തവ ഗ്രില്ല് പോലെ. എന്നിട്ട് ഇനി സവാള ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൽ എണ്ണ ഇടണില്ല കേട്ടോ. അതെങ്ങനെയെങ്കിലും റെഡിയാക്കണം എണ്ണയില്ലാതെ. ബട്ട് മീൻ വറക്കാൻ നേരത്ത് ഇത്തിരി ഓയിൽ ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഓയിൽ ഒഴിക്കാത്ത തന്നെ ഇവിടെ മൊത്തം കത്തി പിടിച്ചിട്ടാണ്. ആൻഡ് ടൊമാറ്റോ തേങ്ങാപ്പാലൊന്നും ഒഴിക്കണില്ല, വെറുതെ ടൊമാറ്റോ സവാളയൊക്കെ നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് ഉള്ളിയും തക്കാളിയും കൂടി വഴറ്റിയിട്ട് മിക്സിയിലിട്ട് അരയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഒരു കട്ടയില്ലാത്തൊരു ഗ്രേവി പോലെ ഇരുന്നുള്ളൂ. ആൻഡ് മീനിൽ നമ്മൾ യൂഷ്വൽ ചെയ്യണ പോലെ തന്നെ പൊതിഞ്ഞിട്ട് ആവിയേറ്റും. ഇത്തിരി ഓയിൽ ഇട്ടേക്കട്ടെ, അല്ലാതെ രക്ഷയില്ല. മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ഞാൻ നേരത്തെ റെഡിയാക്കി വെക്കുക, അല്ലെങ്കിൽ ഇനി അത് ആവിയേറ്റിയാൽ മതി ലാസ്റ്റ് മിനിറ്റ്.
മസാല. ഇത് മഞ്ഞയ്ക്ക് ഇഷ്ടമുള്ള ടൈപ്പ്. മടക്കലിൽ ഞാൻ അങ്ങനെ എക്സ്പേർട്ട് അല്ല കേട്ടോ. ഇവിടെ ഉപ്പിക്കും. എന്നിട്ട് ആവി കയറ്റിയാൽ മതി ചൂടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്താൽ മതി. ജിജോ, ടൊമാറ്റോൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കണോ മീൻ പൊളിച്ചതിൽ? തേങ്ങാപ്പാലുള്ള ടൈപ്പ് ഡാർക്ക് കളറാണ് പെപ്പർ ഇട്ടത്. തേങ്ങാപ്പാൽ ഒഴിക്കണ്ടല്ലോ. എന്നാൽ കാന്താരി മുളക് ഇട്ടുണ്ടാക്കുക. പെരുംജീരകപ്പൊടിയും കുരുമുളകും കാന്താരി മുളകൊക്കെ ഇട്ടാണ് ജിജോന് ഉണ്ടാക്കിയത്. ഞാൻ ഇത്തിരി ടൊമാറ്റോ ഇട്ടോ, പക്ഷേ എന്തോ ഒരു ടേസ്റ്റ് കുറവ് തോന്നി അതുകൊണ്ട്. പക്ഷെ നല്ല കറുത്ത കളറിലിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ രാത്രിത്തേക്കല്ലേ ആക്കിയത്. ഇപ്പോൾ എല്ലാവരും റെഡിയായിട്ട് നേരത്തെ എത്തിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, സ്പെഷ്യൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുണ്ടാവും എല്ലാവരും. ജോർജി ഇപ്പം റെഡിയാക്കാം. ജോർജി മീൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ, ബട്ട് ഇപ്പോൾ അവർ തേങ്ങാപ്പാൽ ഒഴിച്ചതും കൂടി വേണം. തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ പൊളിച്ചത് വേണം. ഇനി ആവിയൊന്നും കയറ്റണ്ട. ഇവരെല്ലാവരും 6 മണിയാകുമ്പോൾ തന്നെ കഴിച്ചു. ജോർജിക്ക് ഉള്ളി മൊരിയിച്ചിട്ട് കട്ടിയുള്ള പാലൊഴിക്കുന്നു. എൻ്റെ മമ്മിയുടെ വീട്ടിലെ റെസിപ്പിയാണ്, ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ. ഞാൻ എപ്പോഴും ഹിറ്റാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം. ഇനി എണ്ണ തെളിയണം, എന്നിട്ട് വേണം മീനിൻ്റെ മേലെ പൊതിയാനായിട്ട്. പക്ഷേ യെല്ലോ കളർ കൂടി വേണമായിരുന്നു തോന്നുന്നുണ്ടോ. അതാണ്, അങ്ങനെയാണ് ഇരിക്കുമ്പോൾ ഭംഗി. കുറച്ച് കുരുമുളകും വേണം, പക്ഷേ കുരുമുളക് ജോലിക്ക് ഇഷ്ടമല്ല. ഇതിങ്ങനെ ഉള്ളിയുടെ ഭയങ്കര ചുവയുണ്ട്, തേങ്ങാപ്പാലും ഉള്ളിയും കൂടി ആയിട്ട്. വേറെ ഒന്നുമില്ല, മസാല ഒന്നുമില്ല. 3 ടൈപ്പിൽ മീൻ പൊള്ളിച്ചത് പ്ലാൻ ചെയ്തിട്ട് ഒരു വഴിയായിട്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം പ്ലാൻ ചെയ്താൽ മതിയേ. അതിൻ്റെ കൂടെ സാലഡും. ബൈ.